രാഗം മെല്ലെ മെല്ലെ തൊട്ടുണർത്തും ആ സുഗന്ധം തെന്നലിൻ നിശ്വാസമാകും ആർദ്രനിമിഷം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം കുറെ കാലമായിട്ട് നമ്മൾ മേടിക്കാനായിട്ട് പ്ലാൻ ചെയ്ത ഒരു പദ്ധതിയാണ് ഇന്ന് നടപ്പിൽ വരുത്താൻ നമ്മൾ പോകുന്നത്. ശ്രീകുട്ടൻ പോകുന്നതിന് മുമ്പ് തന്നെ അതിനൊന്ന് ഓർഡർ കൊടുക്കുകയൊക്കെ ചെയ്തായിരുന്നു. എന്തായാലും അത് നമുക്ക് നിരന്തരം എന്ന് പറയുന്ന പോലെ ആവശ്യം ഇനി വരുന്നതാണ്. ഒരു 80% വീഡിയോയ്ക്കകത്ത് ഇനി നിങ്ങളത് സ്ഥിരമായിട്ട് കാണും. അപ്പൊ അങ്ങനെ ഒരു സാധനമാണ്. മോക്ക് അറിയത്തില്ല എന്താന്നുള്ളത്. ഇവരെന്നോട് പറഞ്ഞേക്കുന്ന ചെറിയ ചെറിയ ക്ലൂസ് ഒക്കെ എനിക്കറിയത്തുള്ളൂ, വേറൊന്നും എനിക്കറിയത്തില്ല. ഇവരെന്നായാലും രണ്ടുപേരും കൂടെ പോയി മേടിച്ചോണ്ട് വരും. അപ്പൊ നമുക്ക് രണ്ടുപേരും കൂടെ പോയി ഇന്നത് മേടിക്കാം അല്ലേ? അപ്പം നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. അപ്പൊ നമുക്ക് നല്ലൊരു വീഡിയോയിലേക്ക് നേരെ പോകാം. ഒരാൾ സാധനമൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. നമുക്ക് അയക്കാനുള്ള സാധനമാണ് കേട്ടോ. എവിടെയാ കൊണ്ടുവച്ചിരുന്നേ? പാറുമ്മയുടെ കടയിലാണോ? ആണോ? മാളു പഠിക്കുക. ഇത് ഇന്ന് അയക്കേണ്ടതല്ലേ? അപ്പോഴേ അതുകൊണ്ട് ഞാൻ അങ്ങ് പോയി എടുത്തു. അല്ലെ അവർ സിറ്റിയിലൊരു കടയിൽ കൊണ്ട് വെക്കണമായിരുന്നു. പാക്ക് ചെയ്ത് വെച്ചേക്കുമായിരുന്നോ? പാക്ക് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. ഇന്നലെ മിനിഞ്ഞാന്ന് എടുത്ത് വെച്ചതാ, ശനിയാഴ്ച. അപ്പോൾ എന്നിട്ട് ശനിയാഴ്ച വൈകിട്ട് അവർ കൊണ്ടുവെക്കാന്ന് പറഞ്ഞിട്ട് വച്ചില്ലല്ലോ കടയിൽ. കുരുമുളക് അല്ലേ? കുരുമുളകുണ്ട്. കുടംപുളി നമുക്ക് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നല്ലോ. 1 കിലോ നമുക്ക് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഇത് മൂന്നും ഒരു ചേച്ചിക്ക് അയക്കാനുള്ളൂ. ഇന്ന് തന്നെ അയക്കണം. തേനൊരു ഇത് വൻതേന. എല്ലാവരും ചെറുതേനാ കൂടുതൽ ഓർഡർ തരുന്നല്ലേ? ഇത് വൻതേന. അപ്പം ഇത് മൂന്നും കൂടെ ഇപ്പം തന്നെ പാക്ക് ചെയ്ത് അയക്കണം, കൊണ്ടയക്കണം. അപ്പോൾ കുറേ ഓർഡറുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ വിളിക്കുക. എണ്ണങ്ങാപ്പൊടിയുണ്ട്, തേനുണ്ട്, കുടംപുളിയുണ്ട്, കുരുമുളകുണ്ട്, ഏലക്ക ഉണ്ട്, കറുവാപ്പട്ടയുണ്ട് അല്ലേ? കൂവപ്പൊടി, മഞ്ഞൾപ്പൊടി, അതെ, ഗരം മസാല, എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. മെസ്സേജ് ഇടുക അല്ലേ? വാട്സപ്പിൽ മെസ്സേജ് ഇടുക. വേണ്ടവരൊക്കെ നമ്മൾ തുടർച്ചയായിട്ട് എല്ലാ സാധനങ്ങളും അയച്ചു കൊടുക്കുന്നുണ്ട്. മടുത്തോ? വെള്ളം ജ്യൂസ് വല്ലതും കലക്കണോ? അടിച്ചേക്കാം അല്ലേ? രണ്ടും കൊണ്ട് അയച്ചിട്ട് ഞങ്ങൾ വരാം. പോയിട്ടോ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. ശ്രീകുട്ടൻ ഓർഡർ കൊടുത്തേക്കുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ അത് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഉണ്ടെങ്കിൽ അതും കൂടി എടുത്തോണ്ട് വരാം. എന്നാണെന്നൊന്നും പറയാതെ ഇവിടെ വരുമ്പോൾ കണ്ടാൽ മതി. ഓക്കെ. അപ്പൊ സർപ്രൈസ് ആണോ? സർപ്രൈസാ. കൊച്ചിനോട് പറഞ്ഞില്ലല്ലേ? ഇല്ല, എന്നോട് പറഞ്ഞിട്ടില്ല. ഇന്ന് മേടിക്കാൻ പറ്റുമെങ്കിൽ മേടിച്ചിട്ട് വരാം. അന്നേരം കൊച്ചിനെ കാണാം. ഇനിയിപ്പം നിന്ന സമയം 12 ആകുമ്പോഴാ 1 മണിയാകുമ്പോഴും വേണ്ട നമ്മുടെ കൊറിയർ വണ്ടി വരുന്നത്. അതിനിപ്പുറം നമുക്ക് ഇത് കൊണ്ട് അവിടെ എത്തിക്കണം. എന്നാ പോയിട്ട് വരാം കേട്ടോ. രണ്ടുപേരും കൂടെ പോയി അയച്ചിട്ട് വാ. ഇവിടെ ഇച്ചിരി പണികളൊക്കെ കിടപ്പുണ്ട്. ഒന്നും ചെയ്യണ്ട, എല്ലാം ഞാൻ വന്നിട്ട് ചെയ്തോളാം. കൊച്ചിന് പഠിച്ചോ കേട്ടോ. പരീക്ഷ വരുമല്ലേ? ഇത് പഠിച്ചോ. ഒന്നും വെച്ചേക്കരുത് പാട്ട് കേൾക്കാനായിട്ട്. ഇല്ല. അന്നേരം ഉപ്പുവറെ പടലെങ്കലെ കടയിൽ വന്ന കേട്ടോ. ഒരു സാധനം നോക്കാൻ വന്ന കുട്ടിയേട്ടൻ അവിടെ നിന്ന് നോക്കുന്നുണ്ട്. എന്നാ അത്? ചെറിയ ടേബിള്. നമുക്കൊരാവശ്യം. അങ്ങോട്ടങ്ങോട്ട് മാറ്റാൻ കാലൊക്കെ വേറെ വേറെ എടുക്കാം. കാലൊക്കെ ഓരോ പീസുകളാക്കി മാറ്റി മാറ്റി വെക്കാം. നമുക്ക് ആവശ്യാനുസരണം എടുത്ത് ഫിറ്റ് ചെയ്താൽ മതി. കവറിനകത്തെല്ലാം എടുത്ത് വെച്ചിട്ട് ഓരോന്നോരോന്ന് ഊരി എടുക്കുന്നുണ്ട് ചേട്ടൻ. അടിപൊളി, നല്ലൊരു കളറൊക്കെയാണ് കേട്ടോ. ഫ്ലൈവറിൻ്റെ ആ സാധനം അല്ലേ? ബലമുണ്ടോ?
ഇരുമ്പിന്റെ ഉണ്ട് ഇത്. ആ തുരുമ്പായിപ്പോ നമ്മൾ മണ്ണിലൊക്കെ വെച്ച് കഴിയുമ്പോഴേ. ആ വെള്ളം വീഴുകയൊക്കെ ചെയ്യുവാണെങ്കിൽ പ്ലൈവുഡിൻ്റെ ഒക്കെ മേടിച്ചാൽ പൊങ്ങി വരും അതിൻ്റെ പലക. അതുകൊണ്ടാണ് നമ്മൾ ഫൈബറിൻ്റെ മേടിക്കുന്നത്. ചേട്ടൻ അതിൻ്റെ കാലൊക്കെ ഫിറ്റ് ചെയ്ത് തരുമോ കേട്ടോ. നമ്മൾ ഓട്ടോയും കൊണ്ടല്ല വന്നതും, ബൈക്കിനാണ് വന്നത്. സാധനം ഉണ്ടോ എന്ന് നോക്കാൻ വന്നതായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് വീട്ടിൽ പോയി ഓട്ടോ എടുത്തുകൊണ്ട് വരണം. നമ്മുടെ ആവശ്യം കഴിയുമ്പോൾ ഇതെല്ലാം കാലെല്ലാം ഊരി മാറ്റിയിട്ട് എടുത്ത് എവിടെയെങ്കിലും ഭാഗത്ത് വെക്കാമെന്നാണ് ചേട്ടൻ പറഞ്ഞ കേട്ടോ. ഇഷ്ടംപോലെ ക്ലോക്കും കാര്യങ്ങളും ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഫാനും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇരിപ്പുണ്ട്. അലമാരിയൊക്കെ ഇഷ്ടം പോലെ. കണ്ണാടി കൂടെ കാണുന്നുണ്ടല്ലോ കുട്ടേട്ടനെ. സെറ്റാക്കി തന്നിട്ടുണ്ട്. ഏതാ ഇഷ്ടപ്പെട്ടെ? ആ 2 നോക്കിയിട്ട് ഇതാണോ ഇഷ്ടപ്പെട്ടെ? നമുക്ക് കഴുകുകയൊക്കെ ചെയ്യാം. ആ വെള്ളമൊന്നും വീണാൽ പെട്ടെന്ന് പോവുകയല്ലേ. വെള്ളം വീണാൽ പോവുകയില്ല കേട്ടോ. നല്ല കനവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. ആ ഇത് തന്നെ എടുക്കാം. ഏതാ ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ വേറൊരു ടേബിൾ നമ്മൾ കണ്ടായിരുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ട ഏതാന്ന് വെച്ചാൽ അതെടുത്തോ. അപ്പുറത്തെ സൈഡിൽ ഈ ടേബിൾ കിടക്കുന്ന കണ്ടപ്പോഴത്തേന് കുട്ടേട്ടന് ഇത് പോയി തപ്പി പിടിച്ചു കേട്ടോ. തപ്പി പിടിച്ചിട്ട് ഇത് മതി എന്നാണ് പറയുന്നത്. ഏതാ എടുക്കുന്നേ? ഇതെടുക്കാൻ തീരുമാനിച്ചു. എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പം കുട്ടേട്ടന് ഇഷ്ടപ്പെട്ട ഏതാന്ന് വെച്ചാൽ അതെടുത്തോ. നിന്ന് ചെയ്യും പോലെ പൊക്കം അത് മതിയോ? ആ അന്നേരം നമ്മളത് എടുത്തുകൊണ്ട് പോകാൻ ഓട്ടോ കൊണ്ടുവരണം. ആളിൻ്റെ ഇഷ്ടപ്പെട്ട സാധനമൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നുണ്ട്. 2-3 കണ്ടു കേട്ടോ. ഇതാ ഇഷ്ടപ്പെട്ടെങ്കിൽ പോലും. ഇതാ ഇഷ്ടപ്പെട്ടല്ലേ? അതറിയത്തില്ലോ, അവനതൊന്നും പറഞ്ഞില്ല. ഇല്ല. അമ്മനും അമ്മയും കൂടെ വരുന്നുണ്ട് കേട്ടോ. 2 പേരോട് എന്നാ മേടിച്ചോണ്ടൊക്കെ വരാന്ന് പറഞ്ഞിട്ട് പോയത്. എന്നാ മേടിച്ചേക്കുന്നെന്ന് അറിയത്തില്ല. എന്നതാ മേടിച്ചേ? വരാം വരാവേ. ഓ ടേബിള്. ഇതാണ് ഞങ്ങൾ. ഇത് കുറേ ദിവസമായി ഞാനും ശ്രീകുട്ടനും മോളമ്മയും കൂടെ പ്ലാൻ ചെയ്തു. കൊച്ചിനോട് പറഞ്ഞില്ലായിരുന്നു. കാരണം കൊച്ചിന് ഇതുകൊണ്ട് വലിയ ഉപയോഗമൊന്നും വരുന്നില്ല. എനിക്ക് ഓൾറെഡി ടേബിളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ടാണ്. കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ചെയ്യാനുണ്ട്. അതെന്നാന്ന് പിന്നീട് കാണിക്കാം. അപ്പം ടേബിളായിരുന്നു മേടിക്കാൻ 2 പേരുടെ കച്ച കെട്ടി പോയത്. വേറൊരു മോഡൽ ഉണ്ടായിരുന്നേ, ഒരു ഫ്ലൈവറിന്റെ. അത് ആദ്യം എടുക്കാന്ന് ഓർത്തത്. എന്നിട്ട് അത് കഴിഞ്ഞ് തപ്പിച്ചെന്നപ്പോ ഇത് കണ്ടത്. അന്നേരം പപ്പായ്ക്ക് ഇതാ ഇഷ്ടപ്പെട്ടത്. ഇത് മേടിച്ചേക്കാന്ന് വെച്ചു. എന്നാ വാ നമുക്ക് നൂർത്ത് കാണിക്കാം അകത്ത് കയറിയിട്ട്. ഇതിന്റെ അകത്ത് കുറച്ച് സാധനങ്ങളുണ്ട്, എടുത്തോണ്ട് വരാവേ. എന്നതാ മോൻ തിന്നാൻ വല്ലതും ഉണ്ടോ? ഒന്നും മേടിച്ചിട്ട് വെച്ചാൽ ഞങ്ങൾ അപ്പുറത്തെ കടയിൽ പോയിട്ടുണ്ടല്ലോ. ഈ ടേബിളും മേടിച്ചിട്ട് അവിടെ ആ ടേബിളുകളുടെ അടുത്തൊന്നും പലചരക്കോ മറ്റേ പഴക്കടയൊന്നും ഇല്ല. അന്നേരം നമ്മൾ അതും മേടിച്ചോണ്ട് നേരെ ഇങ്ങ് പോയി. ബിങ്കോ ഉണ്ടോ? ഒന്നും മേടിച്ചില്ലെന്നേ. പോയി മേടിച്ചോണ്ട് ഇങ്ങോട്ട് വന്നേച്ചാ മതി. തിരിച്ചു വെക്കോ. അത്യാവശ്യമാണ്. ഞാൻ തേങ്ങ വേണ്ട. തേങ്ങയെ മേടിച്ചോണ്ട് വന്നുള്ളൂ. തിരിച്ചു പോയി എന്നാന്ന് വെച്ചാ മേടിച്ചിട്ട് വന്നാ മതി. പിന്നെ വിളിച്ച് പറയാൻ പറ്റില്ല. സാരമില്ല, നമുക്ക് പിന്നെ പോയി മതി. പ്രതിഷേധമാ. ഇവിടെ ഇരിക്കാൻ പോവാ ഞാൻ നിലത്ത്. അങ്ങനൊന്നും ചെയ്യല്ലേ. ഇവര് 2 പേരും മടുത്ത് വന്നല്ലേ. ഇത് കൊണ്ടുപോയി കൊടുത്തേക്കാം അല്ലേ? 2 പേർക്കും ഇച്ചിരി കഞ്ഞിവെള്ളവും പഴവും ഒക്കെ കൊണ്ടുപോയി കൊടുത്തേക്കാം. എന്നാ വേണ്ടേ? വെള്ളം വേണ്ടേ? ചായ കുടിച്ചോ? ആണോ? എന്നാ എൻ്റെ കുട്ടമ്മോനെ പിടിച്ചോ. എന്നാ പിന്നെ ഒരു നാരങ്ങ വെള്ളമോ ലൈമോ എന്തെങ്കിലും കുടിക്കാൻ മേലഞ്ഞോ കയറി? ഞങ്ങൾ പോയില്ല. ഞങ്ങള് കടയിൽ കയറി സാധനം എടുത്തു. ഞങ്ങൾ ബൈക്കും കൊണ്ടാ പോയത്. അപ്പം
ബൈക്കേ വെച്ച് ഇത് കൊണ്ടുവരാനായിട്ട് പാടായിരുന്നു. എന്തായാലും മോളമ്മ പുറകിൽ എൻ്റെ പുറകിൽ ഇന്നിങ്ങനെ വട്ടം വെച്ച് ഞങ്ങൾ സിറ്റി കടത്തേക്ക് കൊണ്ടുവന്നു. ഉച്ച കഴിയുമ്പോൾ മോളമ്മയുടെ കൈ കിടക്കുന്നു. ഇവിടുന്ന് ഇങ്ങനെ കഴിച്ച് ഇങ്ങോട്ട് വേദന വരുവാ. പകുതിക്ക് നിർത്തിയിട്ട് ഞാൻ ഓട്ടോ എടുത്തോണ്ട് പോന്നു. അപ്പൊ ഈ സാധനം നമുക്ക് കുറേ നാളായിട്ടുള്ള നമ്മുടെ ഒരു ആഗ്രഹമാണ്. ഇവിടെയൊന്നും വല്ല സെറ്റ് ചെയ്യുന്നത് ഇപ്പൊ കൊണ്ടുവന്ന. അതെ, ചുമ്മാ ഇങ്ങനെ ഇട്ടെന്നുള്ളതേ ഉള്ളൂ. മടക്കി വെക്കാന്ന് കൂട്ടാ കേട്ടോ. അടിയിലൊക്കെ ഇങ്ങനെയൊക്കെയാണ്. പൊന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും എടുത്തു തരാമെന്നൊക്കെ പറഞ്ഞതാ. എന്നിട്ട് പിന്നെ സമയത്ത് നടന്നില്ല, അവിടെ പോവുകയും ചെയ്തു. എന്തായാലും നമ്മുടെ മനസ്സിലെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പൊ ഇതുകൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്, അത് കാണിക്കാം. പിന്നെ ഞാലിപ്പൂവമ്പഴം അച്ചമ്മ ഇണിഞ്ഞാന്ന് കയറി വന്നായിരുന്നു. അപ്പൊ നമ്മൾ വീഡിയോ ഒന്നും എടുത്തില്ല. പനിയൊക്കെ മാറിയിട്ട് ക്ഷീണമൊന്നും മാറിയിട്ടില്ല അമ്മേരെ. അപ്പോൾ ഒരു സഞ്ചി നിറച്ച് നമുക്ക് ഞാലിപ്പൂവങ്കായും പിന്നെ കപ്പളങ്ങായ പിന്നെ എന്നതായിരുന്നു കൊറേ അത് ഇതൊക്കെ ആയിട്ടാണ് വന്നത്. അതെ അതെ, അതെല്ലാം കൊണ്ടുതരും. താഴെ എന്നാ ഉണ്ടെങ്കിലും നമുക്ക് കൊണ്ടുതരും. ഡബിള ഇരട്ടപ്പഴം ഞാൻ കഴിക്കാം അല്ലേ? എന്നാ കഴിച്ചോ. രണ്ടായിട്ടായിരിക്കുന്നേ. ഇടിച്ചിട്ട് എനിക്ക് തരാവോ? ഇവിടുന്ന് അടത്തിയെടുക്കാൻ പറ്റും. അടത്തിയെടുക്കാം കേട്ടോ. പിന്നില്ലേ രണ്ടായിട്ട് കിട്ടും. ഇത് അസല് രണ്ടായിട്ട് ഇടുന്നുണ്ടോ? ഇതാണ് ഇരട്ടപ്പഴം എന്ന് പറയുന്നത് കേട്ടോ. ഇത് കുട്ടാ, അപ്പൊ ഇത് എവിടെയാ ഇടുന്നേ? ഓ, എത്ര നാള് കൂടി അതൊന്ന് അനങ്ങിയത് അല്ലേ? 1.5 വർഷമായി. 2 വർഷം നമ്മുടെ ഷെഡിലോട്ട് മാറിയപ്പം പിടിച്ച് മാറ്റിയിട്ടാ. ഒരു പഴയ തുണി, ഒരു തുണി നല്ലോണം എടുത്ത് ക്ലീൻ ചെയ്യാൻ. നനഞ്ഞ തുണി കൊണ്ടുവരാം അല്ലേ? തുരുമ്പൊന്നും ആയിട്ടില്ല, കുഴപ്പമൊന്നുമില്ല. അതിന്റെ ഒരു വീൽ ചക്രം ഊരി പോയിട്ടുണ്ട്. അതുപോലത്തെ ഒരു വീൽ ചക്രം ഇല്ലേ, അവിടുത്തെ ഊരിപ്പോയി. അത് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, അതൊന്ന് സെറ്റ് ചെയ്താൽ മതി. പിന്നെ ഇതാണ് ഇതിന്റെ അടിയിൽ ഈ കവറിങ്, അത് പൊട്ടിപ്പോയി. അത് പറഞ്ഞു പോയത് ഒരു സൈഡ്. അത് നമുക്കൊരു സെല്ലോ ടൈപ്പ് വെച്ചേ ഒട്ടിച്ച് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് തട്ടിയിട്ടേ പോയതാ. ആദ്യം നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്യാവേ. പോയി വല്ല തുണിയൊക്കെ എടുത്തോണ്ട് പോവാ. തൂത്ത് രണ്ടുപേരും കൂടെ വൃത്തിയാക്ക്. പൊടി അങ്ങ് തൂത്ത് കളഞ്ഞിട്ടേ അത് കുഴപ്പമില്ലാത്ത കൂട്ടാ. തുണി എടുത്ത് അങ്ങ് തൂത്താ മതി. പൊങ്ങി വരത്തില്ലെന്ന് തോന്നുന്നു വെള്ളം തൊട്ടാലൊന്നും അല്ലേ? ഇപ്പം തന്നെ നമ്മൾ ഉണക്കത്തുണി വെച്ചങ്ങ് തൂത്ത് ക്ലീൻ ആക്കുമല്ലേ, വെള്ളം വെച്ചോണ്ടിരിക്കുന്നില്ലല്ലോ. കുട്ടമോനൊരു ഉറക്കമൊക്കെ പാസ്സാക്കിയിട്ട് എഴുന്നേറ്റ് വന്ന് നിൽക്കുമല്ലേ? സെറ്റേ കിടന്നങ്ങ് ഉറങ്ങി. ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ചെറിയൊരു ക്ഷീണം, അത് കഴിഞ്ഞ് ഒറ്റ ഉറക്കം. 2-3 മണിക്കൂർ എടുക്കും ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് 1 മണിക്കൂർ മിച്ചമായിപ്പോ. ഇത് കഴിഞ്ഞോ? ഇത് കാണുന്നില്ലല്ലോ ആളെ. കഴിഞ്ഞു ആണോ? ഇത് കറങ്ങുന്നു. അതിന്റെ വള്ളിയൊക്കെ ഇങ്ങനെ ഊരി വിട്ടതാണേ, പഴയ വള്ളിയാ. അത് പൊട്ടി കിടക്കുമായിരുന്നു, അതൊന്ന് ശരിയാക്കി ക്ലീൻ ചെയ്തു കഴിഞ്ഞു. തുണി എടുത്തോണ്ട് വന്ന് തൂത്താല് സെറ്റാകും, കയറ്റിയിടാം. മാളക്കുട്ടിക്ക് ഞാൻ ഇതുകൊണ്ട് നല്ലൊരു ഇഷ്ടംപോലെ ഉടുപ്പ് തയ്ച്ചിട്ടുണ്ട്. എങ്കിലും ഒരു ചുമല ഉടുപ്പ് തയ്ച്ചെന്ന് ഓർക്കുന്നുണ്ടോ? ഉണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഫസ്റ്റത്തെ വീഡിയോ നോക്കിയാൽ മതി. ഞാൻ ആ ഉടുപ്പിട്ട് നടക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, ഒരു ജാതിത്തോട്ടത്തിൽ കൂടെ അല്ലേ? അതല്ലേ? അന്നേരം ആ വീഡിയോ ഒക്കെ എല്ലാവരും ഒന്ന് കണ്ടു നോക്ക്. തയ്ച്ചേക്കുന്നതിൻ്റെ മോഡലൊക്കെ കാണാൻ പറ്റും. ഇഷ്ടംപോലെ ഉടുപ്പ് തയ്ച്ചിട്ടുണ്ട് കേട്ടോ. ചുരിദാറും നൈറ്റിയും മാത്രമാണ് ഞാൻ തയ്ക്കുന്നത്. അതേ എനിക്ക് അറിയത്തുള്ളൂ കേട്ടോ. നൈറ്റ് ഡ്രസ്സ് തയ്ക്കും, ഇതുപോലെ ഉടുപ്പ് തയ്ക്കും, എല്ലാം തയ്ക്കാൻ അറിയായിരുന്നു. അതെ, പൊന്നു പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഒത്തിരി തയ്ച്ചിട്ടുണ്ട്. നൈറ്റിയും ടോപ്പും ചുരിദാറും ഒക്കെ ഇഷ്ടംപോലെ തയ്ച്ചിട്ടുണ്ട്. പിന്നെ അല്ലെങ്കിൽ ഞാൻ തയ്ക്കുമായിരുന്നു കേട്ടോ. ഈ തയ്യൽ പഠിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ സംഘം ഉണ്ടല്ലോ, കുടുംബശ്രീ സംഘം, ആ സംഘത്തിൽ നിന്ന് ഒരു അപേക്ഷ വെക്കുന്നുണ്ടായിരുന്നു പഞ്ചായത്തിലോട്ട്.
തയ്യൽ പഠിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ 45 ദിവസത്തെ കോഴ്സാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു അപേക്ഷ വെക്കുന്നുണ്ടായിരുന്നു. അന്നേരം ഞാനും ചുമ്മാ ഒരു അപേക്ഷ അങ്ങ് സംഘത്തിൽ കൊടുത്തു. അന്നേരം എനിക്കും കിട്ടി 45 ദിവസം പഠിക്കാൻ പോകാനുള്ള ഒരു ചാൻസ്. അന്നേരം ഞാനും ഇവിടെ അടുത്തൊരു ചേച്ചിയും കൂടെ, ആ ചേച്ചിക്ക് നല്ലോണം തയ്യൽ അറിയാവുന്നതാണ് കേട്ടോ. ആ ചേച്ചി പണ്ട് തൊട്ടേ തയ്ച്ചുകൊണ്ടിരിക്കുന്നതാണ്. അന്നേരം ആ ചേച്ചി ഞാനും കൂടെ എന്നും പോകുമായിരുന്നു. സിറ്റിയിലായിരുന്നു, ഉപ്പുപാറ പഞ്ചായത്തിൻ്റെ അവിടെയാണ് അത് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അന്നേരം അവിടെ പോയി അന്നേരം അവിടെ പഠിക്കാൻ ചെന്നപ്പം ചുരിദാർ മാത്രമേ പഠിപ്പിക്കുന്നുള്ളായിരുന്നു, വേറെ ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ആ കോഴ്സ് മാത്രം പഠിച്ചുകൊണ്ട് വന്ന് ചുരിദാർ അങ്ങ് തയ്ക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരി നൈറ്റിയുടെയൊക്കെ കാണിച്ചു തന്നു. അന്നേരം അതും അങ്ങനെ പഠിച്ചു. അത് രണ്ടും മാത്രമേ തയ്ക്കുള്ളായിരുന്നു. ഇപ്പോഴും അതേ അറിയത്തുള്ളൂ കേട്ടോ. ബ്ലൗസൊക്കെ പുറത്ത് കൊടുത്താൽ തയ്പ്പിക്കുന്നത്. ഇനിയിപ്പം നൈറ്റി ചുരിദാറും ഒക്കെ നമുക്ക് തയ്യൽ തുടങ്ങാമല്ലോ വെച്ചേ. പിന്നെ മാളക്കുട്ടിക്ക് എന്തായാലും ചുരിദാറോ എന്തായാലും അടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു മെഷീൻ ഉണ്ട്, എപ്പോഴും നല്ലതല്ലേ. ഇപ്പം തന്നെ മോന് പോകാറായപ്പം 2 പാൻറ്റ് മേടിച്ചുകൊണ്ട് വന്നിട്ട് അവന് ഭയങ്കര വലുതായിരുന്നു. അന്നേരം അതൊന്നും അടിക്കാവോ നോക്കിയിട്ട് മെഷീൻ്റെ വള്ളിയും പോയി കിടക്കുന്നതുകൊണ്ട് ഒന്നും പറ്റിയില്ല. പിന്നെ നമ്മൾ സിറ്റിയിലൊക്കെ കൊടുത്താൽ അടുപ്പിച്ചുകൊണ്ട് വന്നത്. നമുക്കൊരു മെഷീനുണ്ട്, അത്യാവശ്യം നമുക്ക് തയ്ക്കാനും ഒക്കെ പറ്റും. പഠിക്കേ. അപ്പോൾ ഇതെല്ലാം കൊണ്ട് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലേ എന്തെങ്കിലും ചെറിയ തയ്യലുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മോർമ്മ തയ്ച്ചു. കുറേ ദിവസമായി പറിച്ചിട്ട് തുടങ്ങി. അപ്പോൾ നമ്മളിത് എടുത്ത് അവിടെ ഇട്ടെന്ന് പറഞ്ഞാൽ അന്ന് നമുക്ക് സൗകര്യം ഇല്ലായിരുന്നു എന്നുള്ളതല്ല, ഇടാനുള്ള ഇടയില്ലായിരുന്നു. അത് തന്നെയല്ല, മറ്റേ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ചെറിയ വീടുണ്ടാക്കി കഴിഞ്ഞാണേലും എടുത്തിടാൻ നമ്മൾ വൈകി. കാരണം അതിനോടനുബന്ധിച്ച് തന്നെ പുറകോട്ട് പിന്നെയും വരുന്നു. റൂമുകളൊക്കെ പണിത് കഴിയുമ്പോൾ എല്ലാം സെറ്റ് ചെയ്യാൻ തോന്നുന്നു. അപ്പം ഒത്തിരി ദീർഘകാലമായി മോളമ്മ തയ്യൽ എന്നൊരു പരിപാടി ചെയ്തിട്ട്. ഇപ്പം അത്യാവശ്യം നമ്മുടെ ഷർട്ടിൻ്റെ ബട്ടൺസ് പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊട്ടുവോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ തയ്ച്ചു തരും. അതാണ് ഞാൻ ഇതിന് ഉത്സാഹിച്ചത്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നാണല്ലോ ഇത് എടുത്തിടാൻ കാണിക്കുന്ന ഉത്സാഹം അതൊക്കെ. അതെ. അല്ലേ എനിക്ക് ചൊത്തത് തരികയല്ലെന്നല്ലേ? അല്ലേ എനിക്ക് ചൊത്തത് തരികയല്ലോ. സ്വസ്ഥത തരിക. അപ്പോൾ നമ്മൾ പിടിച്ച് കയറ്റില്ല. ചൊത്തത, അയ്യോ ചൊത്തത. ഈ മെഷീൻ ഇതിന്റെ ഈ കുതിര ഇരിക്കുന്ന ഭാഗത്താണ് വെയിറ്റ്. അതുകൊണ്ടല്ലേ അമ്മ അപ്പുറം പിടിച്ചേ, അത് അറിഞ്ഞോണ്ട് പിടിപ്പിച്ചത് അവിടെ. അതെ, ചേകം. വിട്ടോ. അന്നേരം എന്റെ മെഷീൻ ഈ പുതിയ വിലയിലോട്ട് കയറുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അതാ മുഖത്ത് കാണാനുണ്ട്. ഇവിടെ കൊണ്ടുവന്നില്ല. എന്നാ നിങ്ങൾ മനുഷ്യരെ കറങ്ങുന്നേ? പറഞ്ഞിട്ട് കഴിയുമ്പോഴേ ആവശ്യത്തിനുള്ള വെട്ടവും ചേർത്തിട്ടോ? ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ ഒരു വീല് പോയതാ, അതുകൊണ്ട് അവര് കുലുക്കം. ആ വീല് ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ എടുത്തിട്ട് വന്നിട്ടോളാം. പേപ്പർ എന്തായാലും വെക്കണം. ചെറിയ ബേസ് ബോർഡിന്റെ 2-4 കഷ്ണം എടുത്തിട്ട് വെച്ചാൽ മതി. അന്നേരം സ്വസ്ഥമായിട്ട് എനിക്ക് ഇവിടെ ഇത് തയ്ക്കാം. പപ്പായും മോളും കൂടെ അപ്പുറത്തെ മുറി കിടന്ന് പട കൂടുവോ അടി കൂടുവോ ഇടി ഉണ്ടാക്കുവോ ഒക്കെ ചെയ്താലും കഥ അടച്ചിട്ടാല് എനിക്ക് സ്വസ്ഥമായിട്ട് ഇവിടെ നിന്ന് തയ്ക്കാലോ. നമ്മള് ഉപേക്ഷിച്ചെന്നാ അർത്ഥം അല്ലേ? അല്ല, കുത്തി വെച്ചേക്കുന്നുള്ളതേ ഉള്ളൂ. കുട്ടമോനെ കാണണോ? കാണണമെങ്കിൽ അവിടുത്തെ സ്വിച്ച് ഓൺ ആക്കിയിട്ട് ഇവിടെ ഓൺ ആക്കിയാൽ മതി. അതെ, കണ്ടോ? നിർത്തണമെങ്കിൽ അതിന്റെ താഴെ ആ നീല ഞെക്കിയാൽ മതി. നീല ഇപ്പൊ താഴെ കണ്ടോ? നല്ല ഭംഗിയാണ്. അങ്ങനെയല്ല, ഇങ്ങനെയാ. ഇങ്ങനെ ഇത് കണ്ടോ? തന്നാനീ കണ്ടോ? നല്ല ഭംഗിയല്ലേ? കൊള്ളാം. ഒത്തിരി ആളുണ്ടോ?